വണ്ടി ടൊയോട്ട ഇന്നോവയാണ്. നമ്മൾ ഇന്നോവയുടെയൊക്കെ വർക്ക് വീഡിയോ ചെയ്തിട്ട് കുറേ ആയി. അതുമാത്രമല്ല പൊതുവേ വീഡിയോ ചെയ്തിട്ട് കുറേ ആയി. ഇപ്പോൾ ഒരു 2-3 ആഴ്ചയായി നമ്മൾ യൂട്യൂബിലാണെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ന്യൂ ഇയറിൻ്റെയൊക്കെ വണ്ടി ഡെലിവറി ടൈമിൻ്റെയൊക്കെ ഇതായിരുന്നു. പിന്നെ എനിക്ക് ശരീരത്തിനും കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കുറച്ച് ദിവസം വീഡിയോ ഇടാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്തായാലും ഇന്നോവ തൃശ്ശൂർ വണ്ടിയാണ്. വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഉള്ളിലിരിക്കാൻ പറ്റില്ല, അമ്മാരി സൗണ്ട് ബൊറെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വൈബ്രേഷൻ. റീ രജിസ്ട്രേഷനാണ്. കസ്റ്റമർ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തതാണ്. എടുത്തിട്ട് ഏകദേശം ഒരു 6 മാസം 7 മാസത്തോളം ആയി ഓടിക്കണം. പക്ഷേ എങ്കിൽ സൗണ്ട് കൊണ്ട് ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ നേരെ നമ്മുടെ അടുത്ത് വന്നു. വേറെ മെക്കാനിക്കൽ കംപ്ലയിൻറ്റുകൾ, സസ്പെൻഷൻ ഭാഗത്തൊക്കെ കുറേ കംപ്ലയിൻറ്റുകൾ ഉണ്ട്. പക്ഷേ കസ്റ്റമർ ഇപ്പുറത്തേക്ക് അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു വൈബ്രേഷൻ്റെ കാര്യം മാത്രം നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ ഓടിച്ച് നോക്കുമ്പോൾ ക്ലച്ച് നല്ല കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലച്ചിൻ്റെ വർക്കും അതുപോലെ തന്നെ എഞ്ചിൻ മൗണ്ടും ഗിയർ ബോക്സ് മൗണ്ടും അതുപോലെ തന്നെ എല്ലാ ഡോർ പാഡുകളും ടൈറ്റ് ചെയ്ത് നമ്മൾ സീറ്റ് ബോൾട്ടുകളൊക്കെ എല്ലാം ലൂസായിരുന്നു. ലൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ചുമ്മാ കൈകൊണ്ട് ടൈറ്റ് ചെയ്ത പോലെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല കസ്റ്റമർക്ക് മെയിൻ കംപ്ലയിൻറ്റ് ഈ 4th ഗിയറിൽ പോകുമ്പോൾ 40 ആ റേഞ്ചിലൊക്കെ പോകുമ്പോൾ വണ്ടി കിടന്നിട്ട് അങ്ങനെ വിറയ്ക്കുകയാണ്. ശരിക്കും ആ ഒരു ഫീലിംഗ് എനിക്കും കിട്ടിയായിരുന്നു. വണ്ടി കസ്റ്റമറിനെ ഇരുത്തി ഓടിച്ചപ്പം 4th ഗിയർ 5th ഗിയർ ഒന്നും ഇട്ടിട്ടൊന്നും വണ്ടി എടുക്കാൻ പറ്റില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 60-70 പോകുമ്പോൾ തന്നെ നമ്മൾ നോർമലി 5th ഗിയർ ഇടും, 4th 5th ഇട്ടിട്ടാണ് പോവുക. അങ്ങനെ വരുമ്പോൾ തന്നെ ബോഡി മൊത്തം കിടന്ന് നല്ല വിറയിലും കാതൊക്കെ അടയ്ക്കുന്നത് പോലുള്ള ഒരു സൗണ്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അഴിച്ച് നോക്കിയപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ എഞ്ചിൻ മൗണ്ടും ഗിയർ ബോക്സ് മൗണ്ടാണ് കംപ്ലയിൻ്റ് ആയിരിക്കുന്നത്. ആ ഒരു കംപ്ലയിൻ്റ് തന്നെ മെയിനായിട്ട് വരുള്ളൂ. പിന്നെ അത് മാത്രമല്ല നമ്മൾ റണ്ണിങ്ങിൽ വിട്ടിട്ട് ഐഡിൽ വിടുമ്പം അപ്പോഴും ഒരു ജെർക്കിങ്ങിൻ്റെ ഒരു സൗണ്ട് വരുന്നുണ്ട്. അത് വന്നിട്ട് നമ്മുടെ സ്റ്റാർ ജോയിൻറ്റ് പോയതിൻ്റെ കംപ്ലയിൻ്റാണ് ആ കംപ്ലയിൻറ്റ് വരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ അതിൽ സ്റ്റാർ ജോയിൻറ്റും ഒരെണ്ണം കംപ്ലയിൻ്റ് ആയിരുന്നു ഫ്രണ്ടിൽ വരുന്നത്. നമ്മുടെ ഗിയർ ബോക്സിൻ്റെ ആ സൈഡ് വരുന്ന സ്റ്റാർ ജോയിൻറ്റും ഒരു 3 സ്റ്റാർ ജോയിൻ്റാണ് വരുന്നത്. അതിൽ ഒരു സ്റ്റാർ ജോയിൻറ്റും കംപ്ലയിൻ്റ് ആയിരുന്നു. അപ്പോൾ അതും കൂടെ നമ്മൾ സോൾവ് ചെയ്തപ്പോൾ ഇപ്പോൾ വണ്ടി പക്ക സ്മൂത്തായി 4th ഗിയറിലാണ് പോകുന്നത്. 40 കിലോമീറ്ററിൻ്റെ താഴെയാണ് വണ്ടി പോകുന്നത്. പക്ഷേ ഒറ്റ സൗണ്ടില്ല, സൈലൻ്റ് ആയിട്ട്. അങ്ങനെ നമ്മൾ സെക്കൻഡിലൊക്കെ ഇട്ട് വലിപ്പിച്ചാൽ സൈലൻ്റ് ആയിരുന്നു. അതുപോലെ ഒന്നുമില്ല. ആ ഒരു ലെവലിലാണ് വണ്ടി പോകുന്നത്. യാതൊരുവിധ സൗണ്ടും ഇപ്പോൾ കിട്ടുന്നില്ല. നോർമലി നമുക്ക് 40ൻ്റെ താഴെയൊക്കെ ഈ 4th ഗിയറിൽ പോകാമെന്ന് പറഞ്ഞാൽ ചെറിയൊരു വൈബ്രേഷൻ വരും. എന്താ വെച്ചാൽ എഞ്ചിൻ്റെ ജെർക്കിന് അത്രത്തോളം ഉള്ളത് കൊണ്ട് നമുക്ക് അത്രത്തോളം ഷോക്ക് ആ മൗണ്ട് ബുഷിന് എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് വൈബ്രേഷൻ വരും. ഇതിപ്പോൾ നോർമലി നമുക്ക് 4th ഗിയറിൽ ഒരു 40-30 പോയാലും നമുക്ക് വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. നല്ല നീറ്റായിരിക്കും ഓടിക്കാനായിട്ട്. സസ്പെൻഷൻ ഭാഗത്ത് നല്ല കംപ്ലയിൻ്റ് ഉണ്ട്. അതിൻ്റെ ഷോക്കിൻ്റെ ബുഷുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിക്കിടക്കുകയാണ്. അതുപോലെ തന്നെ ലോവർ ആമിൻ്റെ ബുഷുകൾ കംപ്ലീറ്റും പൊട്ടിക്കിടക്കുകയാണ്. നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും വീൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്നതും കംപ്ലയിൻറ്റൊക്കെ. പക്ഷേ എങ്കിൽ കസ്റ്റമർക്ക് ഇത്തിരി ബഡ്ജറ്റിൻ്റെ പ്രശ്നം കൊണ്ട് കസ്റ്റമർ അത് ഇപ്പോൾ ചെയ്യേണ്ട, ഇപ്പോൾ മെയിനായിട്ട് ക്ലച്ചിൻ്റെയും അതുപോലെ തന്നെ എഞ്ചിൻ മൗണ്ടിൻ്റെ കാര്യം മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആ ഭാഗം പക്ക നീറ്റാക്കിയിട്ടുണ്ട്. മറ്റ് ഭാഗങ്ങളെല്ലാം സൗണ്ട് അല്ല, നമുക്ക് വൈബ്രേഷൻ ഉണ്ട്, റോഡ് ഷോക്കുകൾ ശരിക്കും ബോഡിയിലേക്ക് വരുന്നുണ്ട്. അങ്ങനെയുള്ള കംപ്ലയിൻറ്റുകൾ എല്ലാം ഉണ്ട്. അത് കസ്റ്റമർക്ക് നമ്മൾ ഇൻഫോം ചെയ്തുമാണ്. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത് മാത്രം ചെയ്തിരിക്കുന്നത്. തന്നെ നമുക്ക് ഈ 4th ഗിയറിലാണെന്നുണ്ടെങ്കിലും 30ൻ്റെ താഴെയൊന്നും നമുക്ക് 40ൻ്റെ താഴെ എന്തായാലും കയറ്റാൻ പറ്റില്ല. കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബോഡി വൈബ്രേഷൻ എന്തായാലും ഉണ്ടാവും. 40ൻ്റെ മുകളിലേക്ക് 50-40 4th ഗിയറിൽ വൈബ്രേഷൻ ഉണ്ടാകുമ്പോഴാണ് ഈ മൗണ്ടിൻ്റെ പ്രശ്നം കൂടുതലായിട്ടുണ്ടാകുക. ഞാൻ മൗണ്ട് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കംപ്ലീറ്റ് 2 പീസായ പോലെ എന്താ പറയുക, കട്ടായിരിക്കുകയാണ്. എഞ്ചിൻ മൗണ്ടിൽ അത്രത്തോളം വന്നിട്ടില്ല. പക്ഷേ ഗിയർ ബോക്സ് മൗണ്ട് ഫുള്ളായിട്ട് പൊട്ടിക്കിടക്കുകയാണ്, അതൊന്ന് വിട്ട് കിടക്കുകയാണ്. അതാണ് ആ അത്രയൊരു വൈബ്രേഷൻ ഫീലിംഗ് വന്നത്. ഇനിയിപ്പോൾ ഈ സസ്പെൻഷൻ ഭാഗം കൂടെ ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകൂടെ വണ്ടി സ്മൂത്താവും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ചെറിയ റോട്ടിൽ തന്നെ പോകുമ്പോൾ ആ ചെറിയൊരു വൈബ്രേഷൻ അടക്കം നമുക്ക് ബോഡിയിലേക്ക് വരുന്നതുകൊണ്ട് ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. ചെറിയൊരു കട്ടർ ചാടുക അല്ലെന്നുണ്ടെങ്കിൽ റോട്ടിൽ വരുന്ന റിഫ്ലാക്ടർ ഉണ്ടല്ലോ, അതിലൊക്കെ നമ്മൾ വണ്ടി കയറ്റുമ്പോൾ ഒരു മൊത്തത്തിലൊരു സസ്പെൻഷൻ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഒരു റഫ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ആ റഫ്നെസ് ബോഡിയിലേക്ക് കയറുമ്പോൾ ആ ഒരു വൈബ്രേഷനും കൂടെ വരുന്നുണ്ട്. ഇനി ആ ഒരു ഭാഗം കൂടെ ക്ലിയർ ആക്കിയാലേ വണ്ടി പക്ക പെർഫെക്റ്റ് ആവുള്ളൂ, ഇല്ലാതെ ക്ലിയർ ആവില്ല. എപ്പോഴും നമ്മുടെ അടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് പറയുമ്പോൾ നമ്മളൊരു കൊട്ടേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എല്ലാം അപ്രൂവൽ ആണ്, ഓക്കെ ആണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പക്ക ക്ലിയർ ആയിരിക്കും. വണ്ടി എന്താ പറയുക, വേറൊരു സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ 100% ആക്കി കൊടുക്കാൻ പറ്റും. ഈ പകുതി വർക്ക് ചെയ്തിട്ട് പോകുമ്പോഴാണ് നമുക്കത് എന്താ പറയുക, ഒരു തൃപ്തിയായിട്ട് കൊടുക്കാൻ കഴിയില്ല. വണ്ടി പകുതി വർക്ക് പെൻഡിങ്, പകുതി വർക്കിൽ നിൽക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോലെ നിൽക്കും. അതുകൊണ്ട് എപ്പോഴും വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിലും ഫുൾ വർക്ക് ചെയ്യുന്നൊരു മൂഡിൽ വരണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ക്ലിയർ ആയിട്ട് എല്ലാ ഭാഗവും ക്ലിയർ ആക്കി ഒരു സൗണ്ടും ഒച്ചപ്പാടും ബഹളവും ഒന്നും ഇല്ലാതെ ഒരു പക്ക കണ്ടീഷനിലാക്കിയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെന്തായാലും നമുക്ക് മാറ്റിയ പാർട്സ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ അവസ്ഥ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അത് എത്രത്തോളം പൊട്ടിയിട്ടുണ്ട്, അതിൽ നിന്ന് എത്രത്തോളം വൈബ്രേഷൻ വരുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ആ ഒരു മൗണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ നമ്മൾ ഇൻ്റർകൂളർ വണ്ടി ആകുമ്പോൾ നമുക്ക് ചെറിയൊരു നോക്കിംഗ് സൗണ്ട് ഒക്കെ കിട്ടും കേട്ടോ. എൻജിൻ സൈഡിൽ നിന്ന് നമുക്ക് വണ്ടി എടുക്കുമ്പോൾ ഒരു ചെറിയൊരു നോക്കിംഗ് സൗണ്ട്, നോർമൽ വണ്ടിയുടെ ഒരു ചെറിയൊരു നോക്കിംഗ് സൗണ്ട് എന്തായാലും
ഇൻ്റർകൂളർ വണ്ടിക്ക് ഉണ്ടാവും. ആ ഒരു ചെറിയൊരു സൗണ്ട് ഉണ്ട്. ബാക്കി എൻജിൻ കാര്യങ്ങളൊക്കെ പക്കയാണ് വണ്ടിയിൽ. ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടി പക്ക നീറ്റ് തന്നെയാണ്. സസ്പെൻഷൻ സൈഡ് മാത്രം ഒരു നല്ലൊരു കംപ്ലയിൻ്റ് ഉണ്ട്. അത് ഇനിയിപ്പോൾ അടുത്തൊരു സർവീസിന് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കസ്റ്റമർ. ഫിനാൻഷ്യലി ഇത്തിരി ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്. പക്ഷേ ഈ ഒരു കംപ്ലയിൻറ്റ് വെച്ച് ഓടിക്കാൻ ഇത്തിരി നല്ല ബുദ്ധിമുട്ടുണ്ട്. എനിക്കാണെങ്കിൽ ശരി ഒരു 10 കിലോമീറ്റർ ഓടിക്കുമ്പോഴത്തേക്കും തലയൊക്കെ കീറും. ആ ഒരു ലെവലാണ്. ഭയങ്കര ഒരു വൈബ്രേഷൻ ആയിരുന്നു. മാറ്റിയ എഞ്ചിൻ മൗണ്ട് അതിൽ വന്നിട്ട് വേണ്ടില്ലേ, ഈ മൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഹാർഡായിട്ട് ഇവിടെ മൊത്തം വിണ്ട് മാറിയിരിക്കുക അല്ലേ, എത്രത്തോളം പൊട്ടി നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഇതും മെറ്റലാണ്. അപ്പോൾ ഒന്ന് എഞ്ചിനിലും ഒന്ന് ബോഡിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ എഞ്ചിനിൽ ഭയങ്കരമായിട്ട് വൈബ്രേഷൻ ഉണ്ടാവും. ആ വൈബ്രേഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് ഈ റബ്ബറിൻ്റെ മെയിൻ ജോലി എന്ന് പറയുന്നത്. പക്ഷേ അപ്പോൾ ഇത് ഹാർഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇവിടെ കിട്ടുന്ന വൈബ്രേഷൻ നേരെ ബോഡിയിലേക്ക് വരും. ബോഡിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ബൂന്ന് പറഞ്ഞ് മൂണ്ടുകൊണ്ടിരിക്കും. ഇത് ലെഫ്റ്റും ഇത് റൈറ്റുമാണ്. ഇതാണല്ലോ ഇത്രത്തോളം പൊട്ടി നിൽക്കുക. ഇതിപ്പോൾ നമ്മൾ കൈ കൊണ്ട് വലിച്ചാൽ തന്നെ ഇത് പൊട്ടി അങ്ങ് പുറത്ത് വരും. അത്രത്തോളം പോയിട്ടുണ്ട്. പിന്നെ ഗിയർ ബോക്സ് മൗണ്ടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് പൊട്ടി നിൽക്കുക. ഇതണ്ട ഇത്രത്തോളം പോയിട്ടുണ്ട് ഗിയർ ബോക്സ് മൗണ്ടും. അതേപോലെ തന്നെ ഫ്രണ്ടിലെ സസ്പെൻഷൻ, ലോവർ ആം ബോൾ ജോയിൻറ്റ്, ലോവർ ആമിൻ്റെ ബുഷ്, അതെല്ലാം ഈ സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. പക്ഷേ ഒരു ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളങ്ങനെ വിട്ടിരിക്കുന്നത്. അതും കൂടെ ക്ലിയർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി പക്കയായിട്ടുണ്ടാവും. ഏകദേശം ഒരു 10-30,000 രൂപയുടെ വർക്കും കൂടെ പെൻഡിങ് ഉണ്ട് ഇപ്പോൾ നിലവിൽ. അപ്പോൾ ആ സസ്പെൻഷൻ വർക്ക് കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി നീറ്റാവും. ആ സൗണ്ട് കാര്യങ്ങൾ വൈബ്രേഷൻ കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ആവും. പക്ഷേ അത്രത്തോളം ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് മാത്രം ഇപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന എഞ്ചിൻ മൗണ്ട്, ഗിയർ ബോക്സ് മൗണ്ടും അതുപോലെ തന്നെ ക്ലച്ച് സെറ്റ് പറഞ്ഞാൽ ലൂക്കിൻ്റെ ക്ലച്ചാണ് നമ്മൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് അത്രയും നല്ല സ്മൂത്ത് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.